പുസ്തകം 150 സങ്കീർത്തനം 3 മുതൽ വാക്യങ്ങൾ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ, വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ, തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ, കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം അതിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ ഈ സങ്കീർത്തനങ്ങളുടെ മുഴുവൻ സംഗ്രഹമായിട്ട് പറയുവാണ്. എന്താണ് ഈ സങ്കീർത്തന പുസ്തകം പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്? കർത്താവിനെ സ്തുതിക്കണം. എങ്ങനെ കർത്താവിനെ സ്തുതിക്കണം? സർവശക്തിയോടും കൂടെ കർത്താവിനെ സ്തുതിക്കണം, സർവസ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കണം, തപ്പുകൊട്ടി താളമാടി നൃത്തം ചവിട്ടി കർത്താവിനെ സ്തുതിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ സംഗീതമെന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ ഇപ്രകാരം ഗാനത്തോട് ചേർന്ന് താളമേളങ്ങളോട് ചേർന്ന് ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിച്ച് വീണ്ടും സ്തുതിച്ച് വീണ്ടും വീണ്ടും കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ദൈവകൃപ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇതാ ഒരു ഗാനത്തോട് ചേർന്ന് തപ്പുകൂട്ടി താളത്തോടെ നൃത്ത ചുവടുകളോടെ കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പറ്റിയ ഒരു ഗാനത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ഗാനത്തിൻ്റെ വരികൾ നമ്മോട് പറയുവാണ്: അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ആ ദൈവത്തെ നമുക്ക് സർവശക്തിയോടും കൂടെ ആരാധിക്കാം. ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. ആരാധന 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 ആരാധന. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വചനപ്രകാരം നമ്മോട് പറയുന്നു: അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവ പുരുഷാന്തരങ്ങളിലും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മോശ തന്നെ വിളിച്ച ദൈവത്തിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ഏത് ദൈവമാണ് എന്നെ നിങ്ങളുടെ അടുത്തിലേക്ക് അയച്ചത് എന്ന് ഇസ്ഹാക്കോട് പറയണം എന്ന് ചോദിക്കുമ്പോൾ, ഇതാ മോശയോട് ദൈവം പറയുവാണ്: ഞാൻ അബ്രാഹത്തിന്റെ ദൈവമാണ്, ഇസഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. അങ്ങനെ അറിയപ്പെടാൻ ദൈവം ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ ആരാണ് ഈ അബ്രാഹം? ആരാണ് ഇസഹാക്ക്? ആരാണ് ഈ യാക്കോബ്? അബ്രാഹത്തിലേക്ക് നോക്കുമ്പോൾ നാം പ്രത്യേകമായിട്ട് കാണുന്നത് അനുസരിച്ചവനാണ് അബ്രാഹം. സ്വന്തമായിട്ട് ഒരു ഭവനത്തില് സന്തോഷമായിട്ടൊരു ദേശത്ത് കഴിയുമ്പോൾ ഇതാ അവന് ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുക, നീ ഇവിടം വിട്ട്, നിന്റെ ഈ വീട് വിട്ട്, നിന്റെ ഈ സമ്പത്ത് വിട്ട് നീ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു ദേശത്തേക്ക് പോകും. ഏത് ദേശത്തേക്ക് എന്ന് പോലും അറിയാതെ ദൈവവചനത്തെ
അനുസരിച്ചവനായിരുന്നു അബ്രാഹാം. വീണ്ടും സ്വന്തം പുത്രനെ ബലിയായിട്ട് നൽകാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അതും അനുസരിച്ചവനായിരുന്നു അബ്രാഹാം. ഇനി ആരാണ് ഇസഹാക്ക്? ഇസഹാക്ക് ഇതാ കൊലക്കത്തിക്ക് താഴെ കിടക്കുമ്പോ തക്ക സമയത്ത് ദൈവം ഇടപെട്ട് രക്ഷിച്ചു. ഇസഹാക്ക് എന്ന് പറയുമ്പോ ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവനാണ്. കൃത്യസമയത്ത് ദൈവത്തിന്റെ ഇടപെടൽ അനുഭവിച്ചവനാണ് ഇസഹാക്ക്. ഇനി ആരാ യാക്കോബ്? യാക്കോബ് എന്ന വാക്കിന് തന്നെ അർത്ഥം കുതികാല് വാരിയവൻ, കുതികാല് പിടിച്ചവൻ എന്നൊക്കെയാണ്. സ്വന്തം ജ്യേഷ്ഠൻ ഏശാവിന്റെ കയ്യിൽ നിന്ന് ചതിയിലൂടെ അനുഗ്രഹം വാങ്ങി പോയവനാണ്. അപ്പോ അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്ന് പറയുമ്പോ ഒന്നാമത് അനുസരിച്ചവന്റെ ദൈവമാണ്, രണ്ടാമത് രക്ഷിക്കപ്പെട്ടവന്റെ ദൈവമാണ്, ഇനി മൂന്നാമത് പാപത്തിൽ വീണുപോയ വ്യക്തിയാണെങ്കിലും ദൈവമേ അനുഗ്രഹിക്കണേ, കരുണ കാണിക്കണേ എന്ന് പറയുമ്പോ ആ പാപിയെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് പറയുവാണ്. അബ്രാഹത്തെ പോലെ അനുസരിച്ച് നീ ദൈവത്തെ ആരാധിക്കും. ഇസ്ഹാക്കിനെ പോലെ രക്ഷ സ്വീകരിക്കാനായിട്ട് നീ ദൈവത്തെ ആരാധിക്കും. ഇനി ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ വീഴ്ചകൾ കന്നുപോയിട്ടുണ്ടോ, അതിനെയൊക്കെ മാറ്റിവെച്ചിട്ട് നീ ഇപ്പോ ദൈവത്തിന്റെ മുമ്പിൽ അനുഗ്രഹത്തിനായി പിടിവാശിയോടെ നിൽക്ക്. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ നിന്റെ ദൈവം. ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. ഈ ആരാധനയുടെ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളർത്താൻ ആഗ്രഹിച്ചുകൊണ്ടുകൂടെ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ആരാധന 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 സന്തോഷത്തോടെ പാടി ആരാധിച്ച് അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. നിമിഷങ്ങൾ നാം കർത്താവിനോട് കൂടെയായിരിക്കുന്ന നിമിഷങ്ങളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുവാണ്. അത് സൗഖ്യത്തിന്റെ നിമിഷമാണ്. നാം കാണുന്നു, ഇതാ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീ ഈശോയുടെ അടുത്ത് അല്പസമയം ഇരുന്നു. അത് അവളുടെ മനസ്സിന്റെയും ആത്മാവിന്റെയൊക്കെ മുറിവുകളുടെ സൗഖ്യത്തിന്റെ കാരണമായിട്ട് മാറി. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ ആനന്ദിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിന്റെ കൂടെയാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ സമയം തന്നെ സൗഖ്യമുണ്ട്. സന്തോഷത്തോടെ ആവേശത്തോടെ നമുക്ക് ആരാധനയിലായിരിക്കാം. വീണ്ടും നാം കാണുന്നത് സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് ഈശോ ചെന്നു. അവിടെ സക്കേവൂസിന്റെ ഭവനത്തിൽ ഈശോ കുറച്ചുനേരം ഇരുന്നു. അത് ആ ഭവനത്തിന് രക്ഷയായിട്ട് മാറി. ദൈവ സാന്നിധ്യത്തിൽ, ഈശോയുടെ സാന്നിധ്യത്തിൽ രക്ഷയുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആരാധനയിൽ ദൈവ ആരാധനയോട് ചേർന്ന് നാം ദൈവത്തോട് ചേർന്നാണ് ആയിരിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ രക്ഷ സ്വീകരിക്കുന്ന സമയമാണ്.
ഈ ഒരു രണ്ട് ബോധ്യങ്ങളെയും ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇരു കരങ്ങളൊന്ന് സാധിക്കുമെങ്കിൽ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ഹൃദയങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. കർത്താവിനെ സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. എല്ലാ അതരങ്ങളും സ്തുതിക്കട്ടെ. ഈശോയെ വിളിക്കട്ടെ, സർവശക്തനായ ദൈവത്തെ വിളിക്കട്ടെ, സന്തോഷത്തോടെ ആരാധിക്കട്ടെ. ഈശോയെ, 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 നിന്റെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തുക. കർത്താവേ, ശൂന്യമായ കരങ്ങൾ ഞാൻ നിങ്ങളുടെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ ഞങ്ങളുടെ കരങ്ങളെ നിറച്ചു നൽകാൻ കഴിയുന്ന ശക്തനായ ദൈവമാണ് നീ എന്ന് വിശ്വസിക്കുന്നു. ഈശോയെ, ഈശോയെ, രക്ഷകനായ ദൈവമേ, സൗഖ്യം നൽകുന്ന കർത്താവേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ, 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 ഈശോയെ. സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആവേശത്തോടെ ഗാനത്തിന്റെ വരികളോട് ചേർന്ന് നമുക്ക് പാടാം. ആത്മാവിൽ ആയിരക്കണക്കിന് മുറിവുകളെ ഉണക്കുന്ന ആരാധന ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമീ ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമീ ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമീ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹമിമിഷമീ ആരാധന. ആരാധന, 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 ആരാധന. ദുഃഖങ്ങൾ മാറി സന്തോഷം വരുന്ന ആരാധന നിമിഷത്തിൽ നമ്മൾ ആയിരിക്കുക. കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകുമല്ലോ. കാരണം പ്രകാശമായി സന്തോഷമായി നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നിറയുന്ന സമയമാണ് ആരാധന നിമിഷം. നാം മനസ്സിലാക്കുന്ന അപ്പസ്തോലന്മാര് ദുഃഖത്തിൽ, ഭയത്തിൽ, സങ്കടത്തിലായിരുന്നെങ്കിൽ അവർ ഒന്നു ചേർന്ന് കർത്താവിനെ സ്തുതിച്ചു, കർത്താവിനെ ആരാധിച്ചു. ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങി. അവരുടെ ദുഃഖം മാറി, അവരുടെ സങ്കടം മാറി, അവർ ധൈര്യമുള്ളവരായിട്ട് മാറി, ഒരു സന്തോഷമുള്ളവരായിട്ട് മാറി. പിന്നീട് അങ്ങോട്ട് അവർ എല്ലാ ദിവസവും സായാഹ്നങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുമായിരുന്നു, കർത്താവിൽ ആരാധിക്കുമായിരുന്നു. അങ്ങനെ കർത്താവിൽ ആനന്ദിച്ച്, കർത്താവിനെ ആരാധിച്ച് വീണ്ടും വീണ്ടും അവർ ശക്തി പ്രാപിച്ചു, സന്തോഷത്താൽ നിറഞ്ഞു എന്നാണ് അപ്പോസ്തലർ നമുക്ക് നൽകുന്ന സാക്ഷ്യം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം, ചേർന്ന് പാടി നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും സന്തോഷത്തെ സ്വീകരിക്കാം. ദുഃഖങ്ങളെ മാറ്റാൻ, ദുഃഖങ്ങളെയും വിഷമങ്ങളെ അഭിമുഖീകരിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ദുഃഖങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമീ ആരാധന. ദുഃഖങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമീ ആരാധന. ദുഃഖങ്ങളെല്ലാം മാറ്റുന്ന ദൈവം
അണയുന്ന നിമിഷമീ ആരാധന. ദുഃഖങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമീ ആരാധന. അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമീ ആരാധന. ആരാധന 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 സന്തോഷത്തോടെ പാടി ആരാധന 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 ആരാധന. ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിച്ച് ആരാധന 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 ആരാധന. രാഗമാരോട് ചേർന്ന് ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഗീതത്തോട് ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അധരങ്ങളും പാടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളിൽ നിന്നും ആരാധന ഉയരട്ടെ. ഹല്ലേലൂയ സ്വയം സ്വയം ഹല്ലേലൂയ സ്വയം സ്വയം ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. എല്ലാ അധരങ്ങളും സ്തുതിക്കട്ടെ. എല്ലാ അധരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. സർവശക്തനായ ദൈവത്തിൽ ആനന്ദിക്കട്ടെ. ആനന്ദിച്ച് സ്തുതിക്കട്ടെ. ആനന്ദിച്ച് മഹത്വപ്പെടുത്തട്ടെ. ശക്തനായ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്താൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഞാൻ വിളിക്കുന്ന ജീവനുള്ള ദൈവത്തെ ആയതുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരൂ എന്ന വിശ്വാസത്തിൽ കർത്താവിനെ വിളിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. സ്വയം 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 സ്വയം. നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പ്രകടമാക്കപ്പെടട്ടെ കർത്താവ്. കർത്താവേ, പല രീതിയിൽ സങ്കടങ്ങളിലൂടെ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൽ അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിന്നെ വിളിക്കുക. നിന്റെ നാമത്തെയാണല്ലോ ഞങ്ങൾ വിളിക്കുക. അബ്രാഹത്തിന് ദൈവമായ കർത്താവേ, അന്യനാട്ടിലേക്ക് പോയ അബ്രാഹത്തിന് വേണ്ടതെല്ലാം നൽകിയ കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിന് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം തക്ക സമയത്ത് അങ്ങ് ഇടപെട്ട് ഇസ്ഹാക്കിനെ രക്ഷിച്ചതുപോലെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് തക്ക സമയത്ത് ഇടപെടണം. ഞങ്ങളെ രക്ഷിക്കണം. സർവവിനാശങ്ങളിൽ നിന്നും ഞങ്ങളെ കൈപിടിച്ചുയർത്തണേ. യാക്കോബിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങയുടെ മുമ്പിൽ നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് വലിയ യോഗ്യതയൊന്നുമില്ല. പലപ്പോഴും പല രീതിയിൽ പാപങ്ങൾ ഞങ്ങൾ വീണു പോയിട്ടുണ്ട്. അത് പലപ്പോഴും നിന്നെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് പിടിവാശിയോടെ ഞങ്ങൾ നിൽക്കുക. യാക്കോബിനെ പോലെ നിൽക്കുക. അനുഗ്രഹിച്ചേ മതിയാവും. ഞങ്ങളെ അനുഗ്രഹിക്കാതെ, ഞങ്ങളുടെ ജീവിതത്തെ ഇടപെടാതെ നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ വരണം. കാരണം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ ദൈവത്തെയാ, ഞങ്ങൾ ആരാധിക്കുന്ന നിന്റെ നാമത്തെയാ. സ്വയം 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 ശക്തിയായ ദൈവമേ, രക്ഷകനായ ദൈവം, മരുഭൂമിയിലും വിസർജനത്തിന് വിരുന്നൊരുക്കിയ കർത്താവ്, ആകാശത്ത് മന്ന ഭക്ഷിച്ചുകൊണ്ട് മന്ന വസിച്ചുകൊണ്ട് അവർ തീറ്റിപ്പോറ്റിയ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടതെല്ലാം അങ്ങ് കൂടെയുള്ളതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടുകയില്ല. ഞങ്ങളുടെ സംരക്ഷണമായതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ആകുലപ്പെടുന്നില്ല. കർത്താവേ, കർത്താവേ, ശക്തനായ ദൈവമേ, രക്ഷകനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾ ആരാധിക്കുന്നു, അവിടുന്ന് ഞങ്ങൾ ആശ്രയിക്കുന്നു. സ്വയം 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 യേശുവേ യേശുവേ യേശുവേ. നമ്മുടെ രക്ഷകനായ ദൈവം നമ്മുടെ ജീവിതത്തിനും കുടുംബത്തിനും എന്നും എപ്പോഴും കാവലായിരിക്കട്ടെ.
കർത്താവിൻ്റെ കരുണ എന്നും നമ്മളെ അനുഗമിക്കട്ടെ. നമുക്ക് കർത്താവിൽ ആനന്ദിക്കാം, കർത്താവിൽ ആശ്രയിക്കാം. എന്നും എപ്പോഴും അവിടുത്തെ സ്തുതിക്കുന്നതിൽ, ആരാധിക്കുന്നതിൽ നമുക്ക് തീക്ഷ്ണതയുള്ളവരായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.